നമസ്കാരം. ഫിൽറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെക്ടിഫയേഴ്സ് പഠിച്ചു അല്ലേ? അപ്പൊ റെക്ടിഫയർ എന്ത് ചെയ്യുന്നത്? എസിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? അപ്പം പ്യുവർ ഡി സി അല്ല അത് വരുന്നത്, പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി ആണ്. അപ്പോൾ നമുക്ക് ഫർദർ റിപ്പിള് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ റിപ്പിള് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഒരു പവർ സപ്ലൈ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് നമുക്കൊരു പ്യുവർ ഡി സി കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ റെക്ടിഫയേഴ്സ് പഠിച്ചു. റെക്ടിഫയേഴ്സിൽ പൾസേറ്റിംഗ് ഡി സി ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ആ ഒരു വളരെ സ്മോൾ എമൗണ്ട് റിപ്പിളിനകത്തുണ്ടല്ലേ, ആ റിപ്പിൾസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം വളരെ സ്മോളർ ആയിട്ടുള്ള എ സി വേരിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫിൽട്ടർ ചെയ്ത് കളയുവാണ് അല്ലേ? അപ്പം നമുക്കറിയാം റിപ്പിൾസ് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു റിപ്പിളിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഫിൽട്ടറിങ് ആക്ഷൻ നടക്കാൻ ഈ രണ്ട് ഫാക്ട്സ് ആണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാ അതിന്റെ കാരണം? എന്താണ്? ഇൻഡക്ടർ നമുക്കറിയാം എന്താണ്, അലോസ് ഡി സി, ആൻഡ് കപ്പാസിറ്റർ എന്താണ്, എ സി ആണ് അലോ ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്ററിങ് നടത്തുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് 4 ഫിൽറ്റേഴ്സ് ആണുള്ളത്: സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ, ഷൻ കപ്പാസിറ്റർ ഫിൽറ്റർ, ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എൽ സെക്ഷൻ ഫിൽറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ, അല്ലെങ്കിൽ പൈ ഫിൽറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിലാദ്യം സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ സീരീസ് ഇൻഡക്ടർ ആ പേരിൽ തന്നെയുണ്ട്, ഒരു ഹൈ വാല്യൂ ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു ചോക്കാണ് നമ്മൾ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. റെക്ടിഫയറിന് സീരീസ് ആയിട്ട് ലോഡോട് കൂടി കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇംപെഡൻസ് ബേസിൽ പറയുകയാണെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ്? എ സിക്ക് ഹൈ ഇംപെഡൻസ് ആണ് ഇൻഡക്ടർ അല്ലേ, ഡി സി മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹൈ ഇംപെഡൻസ് ടു എ സി കൊടുക്കുന്നുണ്ട്, സീറോ ഇംപെഡൻസ് ടു ഡി സി കമ്പോണൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡി സി മാത്രം പാസ് ചെയ്യും, റിപ്പിൾസ് റിമൂവ് ചെയ്യും അല്ലേ? അപ്പം അത് വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇംപെഡൻസ് വെച്ചിട്ട് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി അതല്ലാതെ നമുക്കൊരു വർക്കിംഗ് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ശരിക്കുള്ള വർക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ആ ഫിൽട്ടറിങ് ആക്ഷൻ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഇൻഡക്ടർ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്താണ്? കറണ്ട്, സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ റെക്ടിഫയറിന് അക്രോസ് വരുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് കറണ്ട് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സർട്ടൺ വാല്യൂവിന് എബവ് പോവുകയാണെങ്കിൽ ഈ ഇൻഡക്ടർ എനർജൈസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോർ ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് കറണ്ട്, അതായത് റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കറണ്ട് ഒരു സർട്ടൺ വാല്യൂവിനെക്കാളും താഴെ പോവുകയാണെങ്കിൽ, ആവറേജ് വാല്യൂവിനെക്കാളും താഴെ പോവുകയാണെങ്കിൽ ഇത് ഡി എനർജൈസ് ചെയ്യും. ഓക്കെ, അതായത് എനർജൈസും ഡി എനർജൈസും, മാഗ്നറ്റൈസും ഡീമാഗ്നറ്റൈസും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്മൂത്തനിങ് ഫംഗ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് സഡൻ ചേഞ്ച് ഒന്നും ഇതിന് വരുന്നില്ല, കറണ്ടിന് വരുന്നില്ല. അപ്പൊ അതിന് അക്രോസ് ഭയങ്കര വോൾട്ടേജ്, ലോഡിന് അക്രോസ് ഹെവി വോൾട്ടേജും എല്ലാം വരുമോ? ഇല്ല അല്ലെ? ആ ചെറിയ റിപ്പിൾ വേരിയേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് എന്താണ്? ഒരു ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, അതായത് ഓവറായിട്ട് കൂടാനും സമ്മതിക്കില്ല, കുറയാനും സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിന്റെ പ്രസൻസിൽ നമുക്ക് ഈ റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഒന്നും കൂടി സ്മൂത്ത് ചെയ്യാൻ സാധിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇംപെഡൻസിന്റെ പേരിലാണ് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും?
ഫ്രീക്വൻസി കൂടുമ്പം എന്താണ് AC ആണല്ലേ, AC കമ്പോണന്റ് ഹൈ ഇമ്പിഡൻസ് ആയിരിക്കും, DC കമ്പോണൻസ് ലോ ഇമ്പിഡൻസ് ആയിരിക്കും. DC മാത്രം പാസ് ചെയ്യും, റിപ്പിൾസിനെ റിമൂവ് ചെയ്യും. ഇതാണ് ശരിക്കും സീരീസ് ഇൻഡക്ടറിൽ നടക്കുന്ന കാര്യം. ഓക്കെ, ഇതിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് RL/3√2 ω L. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് റിപ്പിൾ ഫാക്ടർ കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? റിപ്പിൾ കുറയ്ക്കണം. അപ്പൊ ലോഡ് എപ്പോഴും കുറച്ചേ ഇടാവുള്ളൂ അല്ലേ? ലോഡ് എപ്പോഴും കുറച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. സ്മോൾ ലോഡ് ആണെങ്കിൽ മാത്രമേ ഈ ഇൻഡക്ടർ ഫിൽട്ടർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് സ്മോൾ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോഡ് കറണ്ട് കൂടുതലായിരിക്കണം. ഒന്നെങ്കിൽ ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ മാത്രമേ ഇതിന്റെ റിപ്പിള് കുറയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ. ഷണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോഡിന് ക്രോസ് ആയിരിക്കും കപ്പാസിറ്റർ, അതായത് പാരലൽ ആയിട്ടായിരിക്കും വെക്കുന്നത്. ഇമ്പിഡൻസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ AC പാസ് ചെയ്യും അല്ലെ. ലോ ഇമ്പിഡൻസ് ടു AC-യും ഹൈ ഇമ്പിഡൻസ് ടു DC-യും ആണ്. അപ്പം AC റിപ്പിൾസ് എല്ലാം ഈ കപ്പാസിറ്ററിനെ കൂടി ഷണ്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് പോകും. ബാക്കി വരുന്ന പോർഷൻസ് മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ, അതായത് DC കമ്പോണൻസ് മാത്രമേ ഇങ്ങോട്ട് പോകത്തുള്ളൂ, ലോഡ് റെസിസ്റ്റൻസിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇമ്പിഡൻസിന്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ പറയാം? ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വെച്ച് പറയാം അല്ലെ. കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ചാർജ് ആവും. ഓക്കെ, നോൺ കണ്ടക്ഷൻ പീരീഡിൽ ഇത് റെസിസ്റ്റൻസിലൂടെ ഈ ചാർജ് ചെയ്ത ഫീൽഡ് ഡിസ്ചാർജ് ആവും. ഓക്കെ, അപ്പൊ ഈ ചാർജിങ് ആക്ഷൻ വളരെ സ്പീഡിൽ ഇത് നടക്കും. കാരണം ചാർജിങ് പാർട്ടിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല. പക്ഷെ ഡിസ്ചാർജിങ് പാർട്ടിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കാരണം സ്ലോയിലെ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജിങ് ആണ്, ലോങ് ടൈം എടുത്തിട്ടുള്ള ഒരു ഡിസ്ചാർജിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം കോൺസ്റ്റന്റ് തന്നെയാണ്. ഇവിടെ ടൈം കോൺസ്റ്റന്റ് കൂടുകയാണ്, അതായത് ആറിന്റെ പ്രസൻസ് വന്നു, അപ്പൊ ടൈം കോൺസ്റ്റന്റ് കൂടും, അപ്പൊ ഡിസ്ചാർജിങ് ടൈമും കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ചാർജ് ചെയ്യുന്നേക്കാളും ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ റഫ്ലി ഒരു 100 ടൈംസ് കൂടുതലാണ് ഡിസ്ചാർജിങ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ചാർജിങ് ഡിസ്ചാർജിങ് വെച്ച് പറയാൻ പറ്റുന്നത്. ചാർജിങ് പെട്ടെന്ന് നടക്കും, ഡിസ്ചാർജിങ് വളരെ സ്ലോയിൽ നടക്കുള്ളൂ. അപ്പൊ അടുത്ത സൈക്കിളിലോട്ട്, അടുത്ത ഒരു ചാർജിങ് അല്ലെങ്കിൽ അടുത്ത വാല്യൂലോട്ട് പോകണമെങ്കിൽ കുറെ ടൈം എടുത്തിട്ടേ പോകുള്ളൂ. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും ആ ഒരു DC ലെവല് എന്തായിക്കൊണ്ടിരിക്കും? ഫിൽട്ടർ ആയിട്ട് ഇരിക്കും അല്ലെ. റിപ്പിൾസ് എല്ലാം പോവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ സർക്യൂട്ട് ആണ്. ഒന്നാമത്തെ കാരണം സ്മോൾ സൈസ്, വെയിറ്റ് ആണ്, നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കപ്പാസിറ്റർ നല്ലപോലെ കറണ്ട് ഡ്രോ ചെയ്യും. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1/4√3 ഇവിടെ ശ്രദ്ധിച്ചേ, ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഇവിടെ റിപ്പിൾ കുറയുന്നത്. ലോഡ് റെസിസ്റ്റൻസ് കൂടണം. ലോഡ് റെസിസ്റ്റൻസ് കൂടിയാൽ മാത്രമേ ടൈം കോൺസ്റ്റന്റും കൂടുള്ളൂ, ഡിസ്ചാർജിങ് ടൈം പീരീഡും കൂടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ ടൈപ്പ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 50 മില്ലി ആംബിയേഴ്സ് വരെയുള്ള ലോഡ് കറൻസിനെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഫിൽട്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ റേഡിയോ, ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ബാറ്ററി എലിമിനേറ്റേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ആപ്ലിക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിൽട്ടറാണ് ഈ ഷണ്ട് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ, അല്ലെങ്കിൽ ഇതിനെ L സെക്ഷൻ എന്ന് പറയും. L സെക്ഷൻ എന്ന് പറയാൻ കാരണം ഈ L-ഉം C-യും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ L ഷേപ്പിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് L സെക്ഷൻ എന്ന് പറയാൻ കാരണം.
അപ്പൊ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലി എല്ലും സിയും എങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ ഇനിഷ്യലി എന്ത് സംഭവിക്കുന്നു? ഇൻഡക്ടർ ഡി സി അലോ ചെയ്യുന്നു, എ സി ബ്ലോക്ക് ചെയ്യുന്നു അല്ലെ. അപ്പം അവിടെ തന്നെ ഒരു ഫിൽട്രേഷൻ, ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫിൽട്രേഷൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് കപ്പാസിറ്ററിൽ അഗെയിൻ വരുമ്പോഴോ ബാക്കി ഇനി എന്തെങ്കിലും റിമൈനിങ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ അത് ബൈപ്പാസ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എൽ സെക്ഷൻ, ഇൻവെർട്ടർ ആയിട്ടുള്ള എൽ ഷേപ്പിലുള്ള ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഫിൽറ്റേഴ്സിനെ അപേക്ഷിച്ച് ഇത് ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ആൻഡ് റിപ്പിൾ ഫാക്ടർ ക്യാൻ ബി വേരിഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എല്ലിന്റെയും സിന്റെയും വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിപ്പിൾ ഫാക്ടർ ഇരിക്കുന്നത് അല്ലെ. 1/6√2 ω²LC. അപ്പൊ നമുക്ക് എല്ലിന്റെയും സിയുടെയും വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച്, ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാം. ഇവിടെ എന്ത് ചെയ്യണം? എല്ലും സിയും വാല്യൂ ഹൈ ആണെങ്കിലേ റിപ്പിൾ ഫാക്ടർ കുറയത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ബൾക്കി ആണ്. ആൻഡ് ലോ പവർ സപ്ലൈസിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് സ്വാഭാവികം അല്ല, കൂടുതൽ ഒരു ഗ്രേറ്റർ ദാൻ 50 മില്ലി ആംസിലാണ് നമ്മൾ ചോക്ക് ഇൻപുട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ലോഡ് കറണ്ട് ലെസ് ദാൻ 50 ആണെങ്കിൽ ഷണ്ട് കപ്പാസിറ്ററും ഗ്രേറ്റർ ദാൻ 50 മില്ലി ആംപിയേഴ്സ് ആണെങ്കിൽ ചോക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ എൽ സെക്ഷനും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ. ഇവിടെ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലി ഓരോ കമ്പോണൻസ് എന്താണ് ചെയ്യുന്നത് തന്നെയാണ്. റെക്ടിഫയറിൽ നിന്ന് ഇവിടെ ഡയറക്റ്റ് വരുന്നത് ഫസ്റ്റ് കപ്പാസിറ്ററിൽ C1ലേക്കാണ് ഡയറക്റ്റ് ഔട്ട്പുട്ട് ഫെഡ് ആവുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ കപ്പാസിറ്റർ ഇൻപുട്ട് എന്ന് പറയുന്നത് കൂടാതെ പൈ ഫിൽട്ടർ എന്ന് പേരുണ്ട്. ഒരു പൈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് കപ്പാസിറ്റർ C1ലാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫെഡ് ആവുന്നത്. അപ്പൊ മേജർ ഫിൽട്ടറിങ് ഈ C1 തന്നെ നടത്തും. ബാക്കിയുള്ള റിമൈനിങ് റിപ്പിൾസ് ആണ് ബാക്കിയുള്ള എൽ സെക്ഷൻ, എല്ലും C2മായിട്ടുള്ള എൽ സെക്ഷൻ ഫിൽട്ടർ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് √2/8 ω³ C1 C2 L R L. അപ്പൊ ഇവിടെ ഈ പറയുന്ന കപ്പാസിറ്റൻസിന്റെയും ഇൻഡക്റ്റൻസിന്റെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെയും വാല്യൂ കൂടുന്നതനുസരിച്ച് റിപ്പിൾസ് കുറയ്ക്കാം. ഇപ്പൊ ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജും ലോ റിപ്പിൾ ഫാക്ടറും ഹൈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും ഉള്ള ഒരു ഫിൽട്ടർ ആണ് ഇത് പൈ ഫിൽട്ടേഴ്സ്. പക്ഷെ ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻ കുറച്ച് പൂവറാണ്. ഏതിനെ അപേക്ഷിച്ച്? നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച്, എൽ സെക്ഷനെ അപേക്ഷിച്ച്. ഓക്കെ, ഇതിന്റെ ഒരു കമ്പാരിസൺസ് എല്ലാത്തിൻ്റെയും റിപ്പിൾ ഫാക്ടേഴ്സ് നോക്കി വെക്കുക. എന്ത് കൂടിയാലും ഏത് പാരാമീറ്റർ കൂടുമ്പോഴാണ് കുറയുമ്പോഴാണ് നമുക്ക് ചേഞ്ച് വരുമ്പോഴാണ് റിപ്പിൾ ഫാക്ടറിന് ചേഞ്ച് വരുന്നത് നോക്കുക. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതെന്ന് മനസ്സിലാക്കുക.